മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ഞാൻ ഇന്നലെ കുറേ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. മുട്ടുവേദനയും കാലുവേദനയും ഉണ്ടെങ്കിൽ ചെരിപ്പിടാതെ നടക്കണം, സ്റ്റെപ്പ് കയറാൻ ശ്രമിക്കണം എന്ന് പറഞ്ഞിരുന്നു. അതേപോലെ BP-ക്ക് ഈ പപ്പടവും ഉപ്പുമൊക്കെ പൂർണ്ണമായിട്ടും ഒഴിവാക്കുന്നത് തന്നെ ഒഴിവാക്കണം. കുറേശ്ശെ അതൊക്കെ ഉപയോഗിച്ച് ശീലിക്കണം. ഡയബറ്റിക്സ് ഉള്ളവർക്ക് നല്ല തേന് ഒരു ടീസ്പൂൺ, ടേബിൾ സ്പൂൺ അല്ല ടീസ്പൂൺ കഴിക്കണം എന്നൊക്കെ വിവരിച്ചിരുന്നു. ഞാൻ സ്വാഭാവികമായിട്ടും വിചാരിച്ചത് ഒത്തിരി പേര് എന്നെ വിമർശിക്കുന്നതാണ് വിമർശിക്കുന്നതുകൊണ്ട് വിരോധമൊന്നുമില്ല കേട്ടോ. ഞാൻ പറയുന്നതിൽ തെറ്റാണെന്ന് സൂചിപ്പിക്കുന്നതിൽ സന്തോഷമേ ഉള്ളൂ. അത് പിറ്റേ ദിവസം നമ്മൾ ആവർത്തിക്കുകയും ചെയ്യും. ഇത് തെറ്റാണ് പറഞ്ഞതെന്ന് ഒരാൾ അറിയിച്ചിട്ടുണ്ട്. ഇന്നലെ ഒരാൾ അറിയിച്ചു ഇസ്കോണിൻ്റെ തലസ്ഥാനം മോസ്കോ ആണെന്ന് ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട്. ഇസ്കോണിൻ്റെ തലസ്ഥാനം മോസ്കോ ആണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഇസ്കോണിൻ്റെ തലസ്ഥാനം മോസ്കോ റഷ്യയാണെന്ന് തോന്നുന്ന വിധത്തിൽ എന്നുള്ള സന്ദേശമാണ് കൊടുത്തത്. ഞാൻ അപ്പോൾ തന്നെ തിരുത്തുകയും ചെയ്തിട്ടുണ്ട്. അത് ഞാൻ കൊടുത്ത സന്ദേശം ഇത്ര ധന്യമായിട്ട് എടുത്തത് കൊണ്ട് ഇന്നൊരു 3 കാര്യം കൂടി പറയാം. ജീവിതത്തിൽ പകർത്താൻ പറ്റുമോ നോക്കുക, അതിൻ്റെ സയൻസും വിവരിക്കാം. ഒന്ന്, നമ്മുടെ കേരളത്തിലെ ഹാർട്ട് അറ്റാക്കിൻ്റെ ഇൻക്രീസ് 48% ആണ് ഇൻക്രീസിങ്ങിൻ്റെ റേറ്റ്. ക്യാൻസറിൻ്റെ റേറ്റ് 29-30 ആയിരുന്നു പണ്ട്. ഇപ്പോൾ 62 ആണെന്ന് കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ കേട്ടു. നല്ല ഓതൻറ്റിക് ആയിട്ട് കേട്ടു. റേറ്റ് ഓഫ് ഇൻക്രീസ് കേട്ടോ. 62% വ്യക്തികൾ ക്യാൻസർ ഉള്ളവരാണെന്നുള്ള അർത്ഥമല്ല. റേറ്റ് ഓഫ് ഇൻക്രീസ് 62%. ഹൈപ്പർ അസിഡിറ്റിയും ചെസ്റ്റ് പെയിനും ഏതാണ്ട് 85%, 89%. അത് പണ്ടുപോൾക്ക് തന്നെ ആ നമ്പറിൽ തന്നെ നിൽക്കുകയാണ്. നെഞ്ചുവേദനിക്കാം. 80% ആൾക്കാർ നെഞ്ചുവേദന വരുമ്പോൾ ഹാർട്ടിൻ്റെ പ്രോബ്ലം ആണെന്ന് വിചാരിക്കും. പക്ഷേ അത് ഹൈപ്പർ അസിഡിറ്റിയാണ്. നമ്മൾ പട്ടിണി കിടക്കുകയോ ഓവർ ലെവലിൽ പുളിയും മുളകും എരിവുള്ളതൊക്കെ കഴിക്കുമ്പോൾ സംഭവിക്കുന്നതാണ് ഈ സ്റ്റൊമക്കിലുള്ള മ്യൂക്കസ് മ്യൂസിലേജ് മെംബ്രെയിനസ് ലീഷൻ വന്നിട്ട് മുറിവുണ്ടാവുക. അവിടേക്ക് നമ്മൾ എന്തെങ്കിലുമൊക്കെ കഴിക്കുമ്പോൾ ചിലപ്പോൾ ഗ്യാസ് ഉണ്ടാവും, പ്ലസ് വേദന ഉണ്ടാവും, നെഞ്ചുവേദനയായിട്ട് അനുഭവപ്പെടും. ഇതിന് കാരണം കഴിക്കുന്ന വസ്തുവിലുള്ള പുളിയും എരിവുമാണ് പ്രധാന കാരണം. ചെറുനാരങ്ങ വെള്ളം കുടിച്ചാലൊക്കെ പലർക്കും വളരെയധികം പ്രശ്നമുണ്ടാവും. അതൊരു ലെവല് കഴിഞ്ഞാൽ എന്ത് പറ്റുന്നറിയാമോ? നമുക്ക് പെട്ടെന്ന് തലചുറ്റ് വരും. ഗ്യാസ് വരുമ്പോൾ തലചുറ്റൽ വരും. ഈ ഗ്യാസും തലചുറ്റലും തമ്മിൽ എന്താ ബന്ധം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇൻഡസ്റ്റൈൻ ഈസ് അവർ സെക്കൻഡ് ബ്രെയിൻ എന്നാ പറയാം. ഇൻഡസ്റ്റൈൻ ഈസ് ദി സെക്കൻഡ് ബ്രെയിൻ. ഒന്ന് തലച്ചോറ് ബ്രെയിനാണ്, രണ്ട് സെക്കൻഡ് ബ്രെയിനാണ് ഇൻഡസ്റ്റൈൻ. ഇൻഡസ്റ്റൈനിൽ വരുന്ന മാറ്റങ്ങൾ മുഴുവൻ തലയെ ബാധിക്കും നേരിട്ട്. അപ്പൊ നമുക്ക് ഈ ഹൈപ്പർ അസിഡിറ്റിയും ചെസ്റ്റ് പെയിനും ഒഴിവാക്കാൻ നല്ലൊരു വഴിയുണ്ട്. സിമ്പിൾ വഴിയാണ്. പ്രത്യേകിച്ച് ചെസ്റ്റ് പെയിൻ ഉള്ളവർ രാത്രി 1 മണി 1:30 എഴുന്നേക്കും. കഴിച്ച 8-8:30 കഴിച്ച ഭക്ഷണം മുഴുവൻ ദഹിച്ചു കഴിയുമ്പോൾ സ്റ്റൊമക്ക് എംപ്റ്റി ആവും. ഇപ്പോൾ 1:30, 2:30 എല്ലാവരും എഴുന്നേക്കും. ഭയങ്കര വേദന കൊണ്ട് 2 കാര്യങ്ങൾ ശ്രദ്ധിക്കാം. ഹൈപ്പർ അസിഡിറ്റി, ലീഷൻ, ചെസ്റ്റ് പെയിൻ, ഗ്യാസ് ഉള്ളവര് രാത്രി അർദ്ധരാത്രിക്ക് ആണ് വേദന വരുന്നതെങ്കിൽ എളുപ്പത്തിൽ കുറയ്ക്കാം. കുറേ കാലം ഇത് കഴിക്കണം. ചെറിയ ഗ്ലാസ്സിൽ 3/4 ഗ്ലാസ് പാല്, 1-2 സ്പൂൺ തൈര് ഒഴിച്ച് വൈകുന്നേരം വെക്കുക. ഒന്ന് ഇളക്കി വെച്ചേക്കുക. രാത്രി 1:30-2 മണിയാകുമ്പോഴത്തേക്കും ഹൈപ്പർ അസിഡിറ്റി ഉണ്ടെങ്കിലും ചെസ്റ്റ് പെയിൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അത് കഴിച്ചേക്കാം. 1:30 ചെറിയ ഗ്ലാസ് മതി, കൂടുതലൊന്നും വേണ്ട. 5 മണിക്കൂറോളം ഈ പാല് സ്റ്റൊമക്കിൽ നിൽക്കും. 4-5 മണിക്കൂർ. ബാക്കിയുള്ളതൊക്കെ ദഹിച്ചകത്തേക്ക് പോകും. അപ്പൊ ശരിക്കും ഈ ഇഞ്ചുറിയുള്ള സ്റ്റൊമക്കിനകത്ത് ഒരു തരത്തിലും അസിഡിക് ആക്ഷൻ ഉണ്ടാവില്ല. മറിച്ച് ഈ പാലുള്ളത് കൊണ്ട് വേദന ഉണ്ടാവില്ല. കുറച്ചു കാലം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ലീഷൻ പോവുകയും ചെയ്യും. ഇപ്പോഴത്തെ ഡോക്ടർമാർ പറയുന്നത് ജലൂസിൽ കഴിക്കാനാണ്, അല്ലെങ്കിൽ ആന്റാസിഡ് കഴിക്കാനാണ്. അതിനൊക്കെ സൈഡ് ഇഫക്റ്റ് ഉണ്ട്. ജലൂസിൽ അലൂമിനിയം ഹൈഡ്രോക്സൈഡാണ് കൂടുതലുള്ളത്. അത് ഡേഞ്ചറസ് ആ, കിഡ്നി സ്റ്റോൺ വരെ ഉണ്ടാക്കും. അപ്പോൾ ഗ്യാസ് ഇല്ലാതെയാക്കാൻ ഒന്ന് ഇപ്പോൾ പറഞ്ഞ മാതിരി ഒരല്പം പാല്
1-2 സ്പൂൺ തൈര് ഒഴിച്ച ദധി മധുരം എന്ന് പറയുന്ന ലെവലിൽ, ദധി മധുരം എന്നാ പറയാം, മധുരമുള്ള തൈര്, പുളിയുള്ള തൈരല്ല. പിന്നെ നിർബന്ധമായും ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾക്ക് ഹൈപ്പർ അസിഡിറ്റി ഉണ്ട്, ചെസ്റ്റ് പെയിൻ ഉണ്ടെങ്കിൽ ഹൈ ക്വാളിറ്റി കപ്പലണ്ടി മിഠായി നിങ്ങൾക്ക് കിട്ടും. ഈ റോഡ് സൈഡിലുള്ളത് കഴിക്കരുത്, അതിൽ എന്തൊക്കെയാണ് ബാക്ടീരിയ ഉള്ളതെന്ന് അറിഞ്ഞുകൂടാ. പാക്കറ്റ് മേടിച്ച് വെച്ചേക്കാം, കുറേ കാലം നിൽക്കും. അത് ചെറിയ പാക്കറ്റ് മേടിച്ച് വെച്ചാൽ നിങ്ങളുടെ വണ്ടിയിൽ അത് ഉണ്ടാവണം, നിങ്ങളുടെ ബാഗിൽ അത് ഉണ്ടാവണം. എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ഈ സ്റ്റൊമക്ക് എംപ്റ്റി ആയി തോന്നുകയാണെങ്കിൽ ഒരു കപ്പലണ്ടി മിഠായി കഴിച്ചേക്കാം. അതിൽ ഹൈ ലെവൽ പ്രോട്ടീനുണ്ട്, ഫാറ്റുണ്ട്, നല്ല രീതിയിലുള്ള ഷുഗർ ഉണ്ട്, പെട്ടെന്ന് കുറയും. ഇപ്പോൾ ഒന്ന്, രാത്രി ഉറങ്ങുമ്പോഴത്തേക്ക് ഉറങ്ങി അർദ്ധരാത്രി ആകുമ്പോൾ ഉണ്ടാവുന്ന ചെസ്റ്റ് പെയിൻ മാറ്റാനായിട്ട് ദധി മധുരത്തിലുള്ള പാല്. 2, കയ്യിൽ എപ്പോഴും കപ്പലണ്ടി മിഠായി ഉണ്ടാവുക. അത് എപ്പോഴൊക്കെ സ്റ്റൊമക്ക് എംപ്റ്റി ആണെന്ന് തോന്നുന്നുവോ അപ്പം കഴിക്കാം. അത് ശരീരത്തിന് കേടുള്ളതല്ല. അതൊന്ന്. രണ്ടാമത് പറയുന്നത്, ഇന്ന് കേരളത്തിൽ ഫൈറ്റാനിക് ആസിഡ് ഡിസീസ് എന്ന് പറയുന്ന ഒരു ഡിസീസ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് ഇരുമ്പ് സത്ത് ശരീരത്തിന് വലിച്ചെടുക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാവുക. സാധാരണ എല്ലാവർക്കും അത് വലിച്ചെടുക്കും. ചില സ്ത്രീകൾക്ക് പ്രത്യേകിച്ചും ഈ ഫൈബറും അയേണും തമ്മിൽ ചേർന്ന് ലൂയിസ് ബോണ്ട് ഉണ്ടാവും. ഈ ഫൈബറും അയേണും ചേർന്നുണ്ടാകുന്ന ബോണ്ടിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് അയേണിനെ മാത്രം എടുക്കാനുള്ള കപ്പാസിറ്റി ചില സ്ത്രീകൾക്ക് ഉണ്ടാവില്ല. അപ്പം എന്ത് പറ്റും? അനീമിയ കൂടി 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 വരും. ഇപ്പം ശരീരം ക്ഷീണിക്കും, ഇരുന്ന സ്ഥലത്തിരുന്ന് ഉറങ്ങും, ശരീരവേദന, പുറം വേദന, മുട്ടുവേദന, കാലുവേദന. കാരണം ആവശ്യമുള്ള അയൺ കിട്ടുന്നില്ല. ആവശ്യമില്ല ഉള്ള അയൺ കിട്ടിയില്ലെങ്കിൽ ആ സെല്ലുകൾക്ക് ആവശ്യമുള്ള ഓക്സിജൻ കിട്ടില്ല. ഫെറസ് അയൺ ഫെറിക് അയണായി മാറണം ഹീമോഗ്ലോബിനിൽ. അപ്പം ഹീമോഗ്ലോബിനിൽ ഫെറിക് അയൺ ആവണമെങ്കിൽ ഓക്സിജൻ വേണം. ഓക്സിജൻ സെല്ലുകൾ എടുക്കണമെങ്കിൽ അയൺ വേണം. അതൊരു 12-നും 14-നും ഇടയ്ക്കാണ് യൂണിറ്റ് പറയുക. പലർക്കും കേരളത്തിൽ ഇപ്പോൾ 11, 10, 9 ഉള്ളൂ. അയൺ അകത്തേക്ക് പോകാതെ അനീമിയ മാറില്ല. ഫൈറ്റാനിക് ആസിഡ് ഡിസീസ് എന്നാണ് അതിന് പറയുക. ഇപ്പോൾ അനീമിയ എന്നുള്ളതിനേക്കാളും ഫൈറ്റാനിക് ആസിഡ് ഡിസീസ്. ഇനിയിപ്പോൾ വേറൊന്നും കൂടിയുണ്ട്. അപ്പം അതിനെന്താ ചെയ്യുക? ശരിക്കും പറയാം, ഹൈ ക്വാളിറ്റി അയൺ ക്യാപ്സ്യൂള് ടാബ്ലറ്റ് കഴിക്കുക. ഹൈ ക്വാളിറ്റി അയണിന് ഇപ്പം എന്താ വില അറിയോ? ഭയങ്കര വിലയാണ്. യഥാർത്ഥത്തിൽ ചീപ്പ് അയൺ ടാബ്ലറ്റ് ഉണ്ട്, 40 പൈസയുടെ, 50 പൈസയുടെ, 60 പൈസ. അതിൽ നിന്നൊന്നും അയൺ ശരീരം എടുക്കില്ല പലപ്പോഴും ഇവർക്ക്. അപ്പം ഗ്ലാക്സോയിഡ് വേണം. ഗ്ലാക്സോയിഡ് അയൺ ടാബ്ലറ്റ്, മൾട്ടിവിറ്റാമിൻ ടാബ്ലറ്റും എല്ലാം കൂടി ചേർത്ത് കഴിഞ്ഞാൽ 110 രൂപയൊക്കെയാണ് 20 ടാബ്ലറ്റ് ക്യാപ്സ്യൂളിന്. ഭയങ്കര വില. അതിന് പകരം ആഴ്ചയിൽ 2 ദിവസം 3 ദിവസം മെഴുക്കുരട്ടിയോ തോരനോ ഏതെങ്കിലും ഒന്ന് തിന്നായിട്ടുള്ള ഉരുക്ക് ചീനച്ചട്ടിയിൽ ഉണ്ടാക്കാം. പച്ചിരുമ്പ് ചീനച്ചട്ടിയിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇരുമ്പിൻ്റെ ചുവ വരും. ഉരുക്ക് ചീനച്ചട്ടിയിൽ ഏതെങ്കിലും ഹൈഡ്രോഫിലിക് ആയിട്ടുള്ള ഭക്ഷണം, പപ്പടം കാച്ചിയാൽ പോരാ, കടുവറുത്താൽ പോരാ. ഇനി കടുവറുക്കാണ് ഇരുമ്പ് ചീനച്ചട്ടിയിലെങ്കിൽ കറി ഇതിലേക്ക് ഒഴിച്ച് കുറേ നേരം തിളപ്പിക്കണം. അപ്പോൾ ഇരുമ്പ് സത്ത് കറിയിലേക്ക് വരും. ഈക്വസ് മീഡിയ, വെള്ളവുമായിട്ട് ബന്ധപ്പെട്ട തോരൻ വേവിക്കലോ മെഴുക്കുരട്ടി ഉണ്ടാക്കലോ അല്ലെങ്കിൽ കടുക് വറക്കുമ്പോൾ ഇങ്ങോട്ടേക്ക് എണ്ണ ഒരിക്കലും അയണിനെ എടുക്കില്ല. അതുകൊണ്ട് പപ്പടം കാച്ചലും കൊണ്ടാട്ടം വറക്കലും ചീനച്ചട്ടിയിലാണ് നടത്തിയത് എന്ന് പറഞ്ഞുകൊണ്ട് പ്രയോജനമില്ല. വെള്ളവുമായിട്ട് ബന്ധപ്പെട്ട രസമോ സാമ്പാറോ എന്തെങ്കിലും കാളനോ മറ്റോ കടുക് വറക്കുമ്പോൾ ഇതിലിട്ട് വേവിക്കണം, കുറേ നേരം കൂടി തിളയ്ക്കണം, എന്നാലേ അയൺ വരുള്ളൂ. ഇരുമ്പ് ചീനച്ചട്ടിയിൽ നിങ്ങൾ ഏതെങ്കിലും ഭക്ഷണ വിഭാഗം 2 ദിവസമോ 3 ദിവസമോ ആഴ്ചയിൽ ചെയ്യുകയാണെങ്കിൽ ടേസ്റ്റ് ഒരു വ്യത്യാസവും വരില്ല എന്ന് മാത്രമല്ല, ഒരിക്കലും നിങ്ങൾ അയൺ ക്യാപ്സ്യൂൾ കഴിക്കേണ്ടി വരില്ല. അയൺ ക്യാപ്സ്യൂൾ കഴിക്കേണ്ടി വരില്ല. ഒരു ഡേഞ്ചറസ് പരിപാടിയും ഇല്ല ഇതിനകത്ത്. വളരെ സിമ്പിളാണ്. ഇപ്പോൾ ഒന്നാമതായിട്ട് ഞാൻ ഈ ഹൈപ്പർ അസിഡിറ്റിയെ കുറിച്ച് പറഞ്ഞു, ചെസ്റ്റ് പെയിനെ കുറിച്ച് പറഞ്ഞു, അത് കപ്പലണ്ടി മിഠായിയുടെ റോള് പറഞ്ഞു. ധാരാളം വ്യക്തികൾ റോഡ് സൈഡിൽ തലയുറ്റി വീഴാറുണ്ട്. ഹൈപ്പർ അസിഡിറ്റിയാണ്. പലരും ധരിക്കുന്നത് എന്താണെന്നറിയാമോ? ഷുഗർ കുറഞ്ഞു, സോൾട്ട് കുറഞ്ഞു, തലചുറ്റൽ വന്നു, ഫിറ്റ്സ് വന്നു എന്നൊക്കെയാണ്. എല്ലാം ഹൈപ്പർ അസിഡിറ്റിയാണ്. ലക്ഷക്കണക്കിന് രൂപ മുടക്കിയ വ്യക്തികളെ എനിക്കറിയാം. ചെന്നൈയിലെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ കോർഡിനേറ്റർ അപ്പോഴോ ഹോസ്പിറ്റലിൽ പോയിട്ട് പോലും ചികിത്സിച്ചു. എന്താ കാരണം അറിയോ? തലയ്ക്കകത്ത് എന്തോ കുഴപ്പമുണ്ട്. തലയ്ക്കകത്ത് ഒരു കുഴപ്പമില്ല. ഇയാൾ രാവിലെ 2 ഇഡ്ഡലിയാണ് കഴിക്കുക, ഉച്ചയ്ക്ക് 1 ഇഡ്ഡലി കഴിക്കും, അല്ലെങ്കിൽ 1 സ്പൂൺ ഭക്ഷണം കഴിക്കും.
രാത്രി വളരെ കുറച്ച് ഭക്ഷണം. എങ്ങനെയാണ് ഹൈപ്പർ അസിഡിറ്റി ഉണ്ടാവാണ്ടിരിക്കുക? ഓവർലോഡ് വർക്കും ഉണ്ട്, ആകെപ്പാടുകൂടി ഇത്ര ഭക്ഷണം കഴിക്കുക. അപ്പൊ പിന്നെ ഡൈജസ്റ്റീവ് എൻസൈമുകൾ സ്റ്റൊമക്ക് തന്നെ അങ്ങോട്ട് ദഹിപ്പിക്കും. അതുകൊണ്ടാണ് പറ്റണത് അത്. ഈ കപ്പലണ്ടി മിഠായി ഇനി അഥവാ കുറച്ച് കൂടുതൽ കഴിച്ചു എന്ന് വെച്ചിട്ട് ഒരു കുഴപ്പവും വരാൻ പോണില്ല. രണ്ടിനും ഒരു കുഴപ്പവും വരാൻ പോണില്ല. മരുന്നല്ല, ഭക്ഷണമാണത്. അപ്പൊ ഹൈപ്പർ അസിഡിറ്റിയെ കുറിച്ച് പറഞ്ഞു, അനീമിയയെ കുറിച്ച് അല്ലെങ്കിൽ ഫൈറ്റാനിക് ആസിഡ് ഡിസീസിനെ കുറിച്ച് പറഞ്ഞു. ഇനി അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ്, സിമ്പിളായിട്ടൊരു കാര്യം. നിങ്ങളും മക്കളും ഈ നേരത്തെ പറഞ്ഞത് ഫോളോ ചെയ്യണം. ഇപ്പോൾ പറയുന്നത് നിർബന്ധം. വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോയിട്ട് അകത്തേക്ക് വന്നു എന്ന് വിചാരിക്കുക. കാറിലായാലും സ്കൂട്ടറിലായാലും നടന്നായാലും നിങ്ങൾ നടക്കുമ്പോഴെല്ലാം ചിരിപ്പും കാലും തമ്മിൽ ഇങ്ങനെ റബ്ബ് ചെയ്യുന്നുണ്ട്, ശക്തമായിട്ട് റബ്ബ് ചെയ്യുന്നുണ്ട്. ആ ചൂട് മുഴുവൻ അടിക്കുന്നത് തലയ്ക്കാണ്, ബ്രെയിനാണ്. ഇത് ആത്മീയതയൊന്നുമല്ല കേട്ടോ. നിങ്ങൾ നോക്കുക, തലവേദന എടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു ന്യൂറോളജിസ്റ്റിനെ കാണാൻ പോയാൽ അയാൾ നിങ്ങളെ ഡെസ്കിൽ കിടത്തും. എന്നിട്ടൊരു ആണി അല്ലെങ്കിൽ ഒരു കമ്പി എടുത്തിട്ട് കാലിൽ ഉരയ്ക്കും, കാലിൻ്റെ ചുവട്ടിൽ. കാല് നിങ്ങൾ പെട്ടെന്ന് പുറകോട്ട് വലിച്ചാൽ തലയ്ക്ക് കുഴപ്പമില്ല എന്നാണ് അർത്ഥം. അതായത് കാല് പെട്ടെന്ന് പുറകോട്ട് വലിച്ചാൽ തലയ്ക്ക് കുഴപ്പമില്ല. കാലിൻ്റെ ചുവട്ടിൽ പാദത്തിലാണ് വരയ്ക്കുന്നത് ഇങ്ങനെ. ഈ കാലിൻ്റെ പാദഭാഗവും തലച്ചോറും തമ്മിൽ നല്ല ബന്ധമുണ്ട്. ആ ബന്ധമാണ് ചിരിപ്പും ഷൂസും ഇട്ട് നല്ലോണം ഒരയുന്നത്, ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഒരയുന്നത്. ഇപ്പം നിങ്ങൾ വീട്ടിൽ നിന്ന് പുറത്തു പോയി നടന്നു വന്നു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളോട് നിർദ്ദേശിക്കുന്നു, കൈയും കാലും മുഖവും കഴുകിയിട്ട് വേണം വീട്ടിനകത്തേക്ക് കയറാൻ. ഒന്ന് കഴുകി നോക്കൂ. കാല് കഴുകുമ്പോൾ കാലിലുള്ള ചെളി, പൊടി, ബാക്കിയുള്ള വൃത്തികേടുകൾ പോകുന്നെന്ന് മാത്രമല്ല, കാല് തണുക്കും. കാല് തണുക്കുമ്പോൾ അത് തലച്ചോറിനെ ഡയറക്റ്റ്ലി ബാധിക്കും. കാല് തണുക്കുമ്പോൾ തലച്ചോറിനെ ഡയറക്റ്റ്ലി ബാധിക്കും. കൈ കഴുകുമ്പോൾ നമ്മൾ എന്തെല്ലാം തൊട്ടിട്ടുണ്ടോ, എവിടെയൊക്കെ സ്പർശിച്ചിട്ടുണ്ടോ. കയ്യിൽ വേർക്കുന്നവർ വളരെ കോമൺ ആണ്. വിന്റർ സീസണിൽ കൈ നല്ലോണം വേർക്കുന്നവരുണ്ട്. അതിൽ കയ്യിൽ പൊടി പടലങ്ങളൊക്കെ ഉണ്ടാവും. നമ്മൾ തൊട്ട സാധനങ്ങളിൽ നിന്ന് എന്തൊക്കെ ഉണ്ടോ അതൊക്കെ ഉണ്ടാവും. ഇന്നലെ പാല് വാങ്ങിക്കാൻ പോയപ്പോൾ കണ്ടൊരു കാഴ്ച, വളരെ പാവപ്പെട്ട സ്ത്രീയാണ്. ഇങ്ങനെ മടിയിലാണ് അവർ നോട്ടും ചില്ലറയും വെച്ചിരിക്കുന്നത്. അവരിങ്ങനെ ചുമച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്, കണ്ടിന്യൂസ് ആയിട്ട് അവർ ചുമക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ അവിടെ നിന്ന് പാല് മേടിക്കേണ്ടെന്ന് പറഞ്ഞാൽ വേറെ സ്ഥലത്ത് പോയിട്ട് ആ പാല് മേടിച്ചത്. സാധാരണ ഇവിടെ പാവപ്പെട്ടവരായതുകൊണ്ട് അവിടുന്ന്. ഇപ്പം ഈ സ്ത്രീയുടെ തുപ്പൽ മുഴുവൻ വീഴുന്നത് ഈ നാണയത്തിനും ഈ നോട്ടിനുമാണ്. അതാണ് അവർ ഓരോരുത്തർക്ക് കൊടുക്കുന്നത്. അവരെടുന്ന് പൈസ വാങ്ങിക്കും, ഇവർ ചുമച്ചോണ്ടിരിക്കും, ആ പൈസയിൽ തുപ്പലാവും, അത് അടുത്ത ആൾക്ക് കൊടുക്കും. ഇത് നമ്മൾ കയ്യിൽ വാങ്ങിക്കുകയല്ലേ. ഇപ്പം കയ്യിൽ തീർച്ചയായിട്ടും ആ തുപ്പലിൻ്റെ ഭാഗം എല്ലാം ഉണ്ടാവും. ഇപ്പോൾ പുറത്ത് പോയിട്ട് അകത്തേക്ക് വന്ന കൈ കഴുകുക, കാല് കഴുകുക, കൈ കഴുകുക. പിന്നെ ഈ നമ്മുടെ സ്കിന്ന്, മുഖത്തെ സ്കിൻ 7 times മോർ സെൻസിറ്റീവ് ദാൻ ഇതാണ്. ഈ സ്കിന്നിനേക്കാളും 7 ഇരട്ടി സെൻസിറ്റീവാണ് മുഖത്തെ സ്കിൻ. നമ്മൾ തലയുറ്റി വീണ് കഴിഞ്ഞാൽ മുഖത്താണ് വെള്ളം ഒഴിക്കുന്നത്. ഇപ്പോൾ എത്ര ഡീപ്പായിട്ടുള്ള ഈവൻ ഫിറ്റ്സ് വന്നാൽ പോലും, എന്ത് വന്നാൽ പോലും മുഖത്ത് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ആളെഴുന്നേക്കും. സെൻസിറ്റീവാണ് ആ സ്കിൻ. അപ്പോൾ മുഖം കഴുകണം. നമ്മൾ ഭയങ്കരമായിട്ട് ഫ്രഷ് ആവും. അസാധാരണമായിട്ട് ഫ്രഷ് ആവാൻ നല്ലത് മുഖം ശരിക്ക് കഴുകാം. കഴുകിയിട്ട് വേണമെങ്കിൽ തുടയ്ക്കുക, അല്ലെങ്കിൽ തുടയ്ക്കണ്ട. വീട്ടിനകത്തേക്ക് കയറുകയല്ലേ, ആ തണുപ്പ് അവിടെ ഇരിക്കട്ടെ. ഇപ്പം ഞാൻ ഇന്ന് 3 കാര്യമാണ് പറഞ്ഞത്. നിങ്ങളത് ചെയ്തിട്ട് റിസൾട്ട് സാധിക്കുമെങ്കിൽ എന്നെ അറിയിക്കാം, അല്ലെങ്കിൽ ഇതിൻ്റെ ചുവട്ടിൽ എഴുതാം. മെഡിസിൻലെസ് ട്രീറ്റ്മെൻറ്റിൻ്റെ ഓരോ വരിയാണ് ഞാൻ പറയുന്നത്. ഹൈപ്പർ അസിഡിറ്റിക്ക് ഈ പറഞ്ഞ മാതിരി ചെയ്ത് ഞാൻ എൻ്റെ ജീവിതത്തിൽ പകർത്തിയതാണ് നിങ്ങളോട് പറയുന്നത്. അപ്പോൾ കുറേയധികം ആൻറ്റാസിഡുകളും ബാക്കിയുള്ളതൊക്കെ ഒഴിവാക്കാൻ പറ്റും. ജലൂസിലും എല്ലാം ഒഴിവാക്കാൻ പറ്റും. 2, ഇരുമ്പ് ചീനച്ചട്ടിയിൽ നമ്മൾ മെഴുക്കുരട്ടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും തോരനോ ഉണ്ടാക്കി കഴിച്ചാൽ അയൺ ഡെഫിഷ്യൻസി ഒഴിവാക്കാൻ സാധിക്കും. കൂടുതൽ അയൺ കഴിച്ചാൽ ഫൈറ്റാനിക് ആസിഡ് ഡിസീസ് മാതിരി റെഡ് ബ്ലഡ് ഡിസീസ് എന്ന് പറഞ്ഞൊരു ഡിസീസ് ഉണ്ട്. 2 മില്ലിഗ്രാം അയണാണ് നമുക്കൊരു ദിവസം വേണ്ടത്. 2 മില്ലിഗ്രാം. ഇത് 2.2 കൂടിയാൽ ഡേഞ്ചറസ് ആണെന്ന് പറയും. ഈ ക്യാപ്സ്യൂൾ കഴിക്കുന്നവർക്ക് 2.2 കൂടാൻ സാധ്യതയുണ്ട്. ചീനച്ചട്ടിയിലാണെങ്കിൽ ഒരിക്കലും കൂടില്ല, കറക്റ്റ് ഉണ്ടാവുള്ളൂ. ഈ നോൺ വെജിറ്റേറിയൻ കഴിക്കുന്നവരെ ഓർത്ത് നോക്കുക, അവർ കഴിക്കുന്ന മൃഗത്തിൻ്റെ ചോരയിലെ ഹീമോഗ്ലോബിൻ മുഴുവൻ ഓവർഡോസ് ആയിട്ടാണ് അകത്തേക്ക് കയറുക. അത് ഡേഞ്ചറസ് ആണ്. അവർക്ക് അയൺ ഡെഫിഷ്യൻസി വരില്ല, പക്ഷെ ഓവർ ഡേഞ്ചറസ് ആണ്.
റെഡ് ബ്ലഡ് ഡിസീസ് വരാനും ബാക്കി പ്രശ്നങ്ങൾ സിവിയർ പ്രശ്നങ്ങൾ ഉണ്ടാവാനും നോൺ വെജിറ്റേറിയൻ ഭക്ഷണത്തിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ. അപ്പം ഞാൻ നിങ്ങളുടെ അടുത്ത് ഹൈപ്പർ അസിഡിറ്റിയുടെ പറഞ്ഞു, ചെസ്റ്റ് പെയിൻ്റെ പറഞ്ഞു, അത് രണ്ടും കൂടി ചേർത്ത് പറഞ്ഞു. പിന്നെ പറഞ്ഞത് വളരെ ഭംഗിയായിട്ട് നമ്മളുടെ ജീവിതത്തിൽ അയൺ ഡെഫിഷ്യൻസിയെക്കുറിച്ച് പറഞ്ഞു. പിന്നെ കൈയും കാലും മുഖവും കഴുകി വീട്ടിനകത്തേക്ക് വരുന്നൊരു പൈതൃകം, അത് അൾട്രാ മോഡേൺ സയൻസാണ്. അത് ജീവിതത്തിൽ പ്രവർത്താൻ സാധിക്കും. നാളെ ഞാൻ വേറെ 3 കാര്യം കൂടി പറയുന്നുണ്ടാവും. നിങ്ങൾ മറ്റുള്ളവർക്കും പറഞ്ഞു കൊടുക്കാം. ഇത് ഞാൻ ആത്മീയത പറഞ്ഞതല്ല, പ്യുവർ സയൻസാണ്. എൻ്റെ PhD ബയോകെമിസ്ട്രിയിലാണ്. ഇന്ത്യക്കകത്തും പുറത്തും US-ലും കാനഡയിലും ഒക്കെ വർക്ക് ചെയ്തതിൻ്റെ പ്രത്യേകത കൂടി എൻ്റെ വിവരണത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടായിട്ടുണ്ട്. പ്രണാമം, നമസ്കാരം.